തീരുമാനമായിരുന്നു കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ. അവരുമായി ബന്ധപ്പെട്ട ത്വരീഖത്തും മേഖലയും ശരിയല്ല. സമസ്തയുടെ തീരുമാനമായിരുന്നു കൊണ്ടോട്ടി ത്വരീഖത്ത് ശരിയല്ല എന്നുള്ളത്. അത് സമസ്തയുടെ മാത്രം തീരുമാനമല്ല, സമസ്തക്ക് മുൻപുള്ള ആളുകളെ, ആലിമീങ്ങളെ എടുത്ത തീരുമാനമായിരുന്നു. മഹാനായ മുമ്പ് തങ്ങളുടെ അമ്മാവനായിരുന്ന സയ്യിദ് ജിഫ്രി തങ്ങൾ അടക്കമുള്ള ആളുകൾ അവർക്ക് എതിരെ വളരെ ശക്തമായ രൂപത്തിൽ കൻസുൽ ബറാഇ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം വരെ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളിയങ്കോട് ഉമർ ഖാദി, ബൈത്താ മുസ്ലിയാർ, ഇമാം ബാജൂരി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ അവർക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. ഇനി അതൊന്നും വേണ്ട, നമ്മളെ കഴിഞ്ഞ കാലത്ത് വഫാത്തായി പോയ മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ ഒരു അഭിമുഖം ഞാൻ ഈ അടുത്ത് വായിക്കുകയുണ്ടായി. എന്താണ് അഭിമുഖത്തിൽ പറയുന്നത്? ചെറുശ്ശേരി ഉസ്താദ് ആരാണ് എന്ന് തൊഴിയൂരിനോട് ചോദിച്ചാൽ തൊഴിയൂർ പറഞ്ഞു തരും. ഞാനിപ്പോ ആ ക്ലിപ്പ് ഇവിടെ ഇടുന്നില്ല. ചെറുശ്ശേരി ഉസ്താദ് അവരുടെ മശായിഖന്മാരുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ട് എന്ന് കീശേരി വന്നിട്ട് തൊഴിയൂർ ബിടലടിച്ചിരുന്നു. ആ ബിടലടിച്ച തൊഴിയൂരിനോട് പറയാനുള്ള ചെറുശ്ശേരി ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ചെറുശ്ശേരി ഉസ്താദിനോട് ഒരു ചോദ്യമാണ്. ഇത് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സിൽവർ ജൂബിലി ഉപഹാരമാണ്. അതിൽ ചെറുശ്ശേരി ഉസ്താദിനോട് ചോദിക്കാം, കൈ തർക്കം എങ്ങനെ ഉണ്ടായി ഉസ്താദിന്റെ നിലപാട്? അപ്പൊ ചെറുശ്ശേരി ഉസ്താദ് നിലപാട്, കൊണ്ടോട്ടി ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു ത്വരീഖത്ത് ഉണ്ടായിരുന്നു. അതാണ് കൊണ്ടോട്ടിക്കൈ. അവരിൽ ശറഇന് വിരുദ്ധമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. മഖ്ദൂമീങ്ങളും മറ്റു ആലിമീങ്ങളും ശേഷം സമസ്തയുമെല്ലാം ഇതിനെതിരെ രംഗത്ത് വന്നു. ഇവരാണ് പൊന്നാനിക്കൈ. കൊണ്ടോട്ടിക്കൈക്കാരിൽ പല അനാചാരങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് അവരെ എതിർക്കാൻ കാരണം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ആ അനാചാരങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇത് കൊണ്ടോട്ടി ത്വരീഖത്തിനെ പറ്റി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാര് പറഞ്ഞ അഭിമുഖമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവർക്ക് ചെറുശ്ശേരി ഉസ്താദിനോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ? ഒരിക്കലുമില്ല. ഇവർക്ക് ഇവരുടെ സംഘത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രഭാഷണങ്ങള്, അതുപോലെ ശംസുൽ ഉലമയുടെ പ്രഭാഷണങ്ങള്, സുൽത്താനുൽ ഉലമയുടെ പ്രഭാഷണങ്ങളൊക്കെ കട്ടുമുറിച്ചിട്ട് ഇവർ കൊണ്ടുവന്നിടും. ഇട്ടിട്ട് പറയും ഇവര് ഹക്കായ ത്വരീഖത്തിനെ കുറിച്ച് സംസാരിച്ചതായിരിക്കും അത്. അതൊക്കെ ഇവരെ കള്ള ത്വരീഖത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരതൊക്കെ ദുരുപയോഗം ചെയ്യും. ഇനി ഒരുപാടുണ്ട്. മുഹമ്മദ് ഷായെ കുറിച്ച് കൊണ്ടോട്ടി നേർച്ച പെരുമേട് നാട്ടുത്സവം എന്ന് പറയുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തില് മുഹമ്മദ് ഷായെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. അത് പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 18-ാം നൂറ്റാണ്ടിന്റെ അവസാന പദത്തിൽ ബോംബെക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് കേരളത്തിൽ താമസമുറപ്പിച്ച പേർഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഷിയാ മുസ്ലിമാണ് ഷെയ്ഖ് മുഹമ്മദ് ഷാ. എന്താ പറഞ്ഞത്? ഒരു ഷിയാ മുസ്ലിമാണ് ഷെയ്ഖ് മുഹമ്മദ് ഷാ എന്നാ പറഞ്ഞത്. അപ്പോ ഞാൻ ഇവിടെ കാണിച്ചതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ സമസ്തയുടെ മുൻകാലത്തുള്ള മഹാനായ ശംസുൽ ഉലമയെ പോലെയുള്ള ആളുകൾ എടുത്ത തീരുമാനങ്ങള് പുനർപരിശോധിക്കണം. ശംസുൽ ഉലമയുടെ മുൻപുള്ള ആലിമീങ്ങൾ എടുത്ത തീരുമാനങ്ങൾ പുനർപരിശോധിക്കണം എന്നൊക്കെ ഈ കുരുവട്ടൂരികൾ പ്രസംഗിച്ച് നടന്നതാണ്. പക്ഷേ ഇതൊന്നും അവരെ യൂട്യൂബ് നോക്കിയാൽ കിട്ടൂല. സുന്നി വോയിസ് വായിച്ചിട്ട് ഇതൊന്നും ഞങ്ങൾ വിശ്വാസമല്ല എന്ന് പറഞ്ഞല്ലോ. അവര് 2013 മുതൽക്ക് ഈ സമയം വരെ പ്രസംഗിച്ച പ്രഭാഷണങ്ങൾ ആ യൂട്യൂബിൽ ഒഴിവാക്കി കുറെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തിരിച്ചൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ. അങ്ങനെ അപ്ലോഡ് ചെയ്താൽ കുരുവട്ടൂരിസം കൂട്ടിപ്പോകേണ്ടി വരും. അതുകൊണ്ട് അവർ അപ്ലോഡ് ചെയ്യൂല, ഖിയാമത്ത് നാൾ വരെ അപ്ലോഡ് ചെയ്യൂല. ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അവസാന നാളാകുമ്പോ അതായത് കളവ് പറയുന്ന ആളുകൾ ഒരുപാട് വരും, കദ്ദാബീങ്ങൾ വരും, മുനാഫിഖീങ്ങൾ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞതാണ്. അതിൽപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. മുനാഫിഖിന്റെ അടയാളമാണ്. ആനായ ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ശംസുൽ ഉലമാനെ സ്നേഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ശംസുൽ ഉലമയെ സ്നേഹിക്കുന്ന ആളുകളെ മനസ്സിൽ കയറിപ്പറ്റാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. എന്നോട് ഇന്നൊരാൾ പറഞ്ഞതാണ് കുരുവട്ടൂരികൾ ആട്ടിൻ തോലടിഞ്ഞ ചന്നായയാണ് എന്നുള്ളത്. എന്നോട് സാധാരണക്കാരനായ മറുവിഭാഗം സമസ്തയിൽപ്പെട്ട ഒരു പ്രവർത്തകൻ എന്നോട് ഇന്ന് സംസാരിച്ചതാണ്. അവർക്ക് വരെ ബോധ്യപ്പെട്ടു ഇവരുടെ നിഫാഖിന്റെ കളികള്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇവരുടെ ഷർറിൽ, ഇവരുടെ കുതന്ത്രത്തിൽ ഒരാളും പെട്ടുപോകാൻ പാടില്ല.